Guys, എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഇത് സോഷ്യൽ മീഡിയ ആണോ ഇത് WWE ആണോ? There are still some pullus from the Lifebuoy ad which we can't do anything. പുഴുന്നൊക്കെ വിളിച്ച് നീ ജനിച്ചപ്പോൾ നിന്റെ തന്തയ്ക്ക് തോന്നിയതായിരിക്കും നീ പുഴുവാണെന്നുള്ളത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുണ്ടടിക്കാൻ വേണ്ടിയിട്ട് ബാങ്കോക്ക് പോകണ്ടല്ലോ, അവിടുത്തെ ലേഡി ബോയ്സിന് തോന്നിയിട്ടുണ്ടോ നിന്റെ പുഴുവാണെന്നുള്ളത്. എനിക്ക് അറിയാലോ, നിങ്ങൾ വിചാരിക്കണല്ലേ സാധനം കൊണ്ട് പോലും ഞാൻ ബ്ലാസ്റ്റ് ആവും, ഉറപ്പാണത്. ഞാൻ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ എന്ത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 2 days later. അങ്ങനെ എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, നാടൻ ബോംബ്, മെഷീൻ ഗണ്ണ്, പവനായി ശവമായി. ഗൈസ്, നിങ്ങൾക്ക് വെറും ₹1 നിങ്ങൾക്ക് ഐഫോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ വീഡിയോയിൽ. അതെങ്ങനെയാണ് ഞാൻ വീഡിയോന്റെ ഇടയിൽ പറയുന്നുണ്ട്. സോ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പരദോഷൻ ഷോയുടെ എത്രാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഹോട്ട് ന്യൂസസ്, കോൺട്രവേഴ്സി, സോഷ്യൽ മീഡിയ ബാറ്റിൽസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് ഓവറായി. നമ്മുടെ ആദ്യത്തെ സോഷ്യൽ മീഡിയ ബാറ്റിലാണ് സീക്രട്ട് ഏജന്റ് വേഴ്സസ് എവരിവൺ. സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ കയറുമ്പോൾ എന്തൊക്കെയോ മരമറിക്കുന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോ വെറും ഇലി, വായി തുറക്കാത്തൊരു ഇലി. കാർവറിനെ മുമ്പ് സപ്പോർട്ട് ചെയ്ത ഹെൽനോസ് പാട്ട, കാൾമി ശസം, പിന്നെ സ്വന്തം ഭാര്യ, അതിന്റെ പേരെനിക്ക് അറിയില്ല. ഇവരെല്ലാരും കൂടി ഇപ്പൊ കാർവറിനെ വട്ടത്തിരിഞ്ഞ് മറിഞ്ഞിട്ട് നോക്കുക. പണ്ട് സീക്രട്ട് ഏജന്റ് ഡോക്ടർ റോബിനിട്ട് ഒരുപാട് താങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ റോബിൻ സീക്രട്ട് ഏജന്റ് താങ്ങാണ്. വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളവിളാന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ. ഓക്കെ, ഡോക്ടർ റോബിന്റെ കഴിഞ്ഞിരിക്കുന്നു. ചെസ് നമ്പർ 2 ഉണ്ണിമുന്തൻ ഓൺ സ്റ്റേജ്. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് തെറി പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ഒരുത്തൻ എന്ന രീതിയിൽ മാത്രം ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, അടുത്തത് ചെസ് നമ്പർ 3 സഞ്ജു ടെക്കി ഓൺ സ്റ്റേജ്. നമ്മളെ വണ്ടിക്കകത്ത് കയറി വല്ല റിവ്യൂ അടിച്ചിരുന്നേച്ചാ പോയായിരുന്ന പുലിയായിട്ട് പോയാലാണ് ഇപ്പൊ എലിയായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാളമില്ലാത്ത ഗൈസ്, ഇതിപ്പോ കുറച്ച് പേരായിട്ടുള്ള. ഇനിയിപ്പോ വിക്കിത്തൊക്കെ വരാണ്ട്, അരുസ്മോക്കി വരാണ്ട്, അങ്ങനെ കുറെ പേര് വരാണ്ട്. എല്ലാം നമ്മൾ ഭാവിയിൽ കവർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഹരിയാണ ബിഗ് ബോസ് ജയിക്കാൻ വേണ്ടി എന്റെ എല്ലാ പ്രാർത്ഥനയും എപ്പോഴത്തെയും പോലെ കൂടി ഉണ്ടാവും. ഗൈസ്, ബാക്കി വീട്ടിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ₹1 ഐഫോൺ ഫീസിലേക്ക് അടക്കാം. നമ്മുടെ കാൾമി ചച്ചാമണ്ണൻ കുറച്ച് ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അഭിഷേകിനെ പറ്റി പറഞ്ഞിട്ടാണ് ഇട്ടത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ പണ്ണം തന്നെ ഊപ്പ് വാങ്ങിച്ചിട്ട് സ്റ്റോറിയൊക്കെ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു അഭിഷേകം എന്ന് പറഞ്ഞിരുന്ന ക്യാരക്ടർ ഉണ്ട് കേട്ടോ. അയ്യോ, അവൻ മറ്റേ ആ ഗേ ആയിട്ടുള്ള ഒരു ചെറുക്കനെ വന്നിരുന്ന് പറഞ്ഞേക്ക് ഇവനൊക്കെ എന്നടി നിനക്കൊക്കെ ബോധം വരണത്. There are still some pullus from the Lifebuoy ad which we can't do anything. അങ്ങനെയാണെങ്കിൽ പിന്നെ മന്ത്രികളും മഴ ഉണ്ടായിരുന്നു. എല്ലാവരും അല്ലേ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ എന്തിനാണെങ്കിലും മിനിമം വായെങ്കിലും അടച്ചു വെച്ചിട്ട് അവരെ ജീവിക്കാൻ സമ്മതിക്കും. എനിക്കതാണ് ഇതിനെ അണ്ണൻ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അധികാരം അറിഞ്ഞില്ല എന്നാണ് അണ്ണൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വേറൊരുത്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിനെ റിയാക്റ്റും ചെയ്തു. അപ്പോഴാണ് അണ്ണൻ ശരിക്കും മേയറായത്. ഒന്നാമത്തെ കാര്യം, അഭിഷേക് ജയദീപ് 4 വയസ്സുള്ള കൊച്ചു കുട്ടിയെ പറഞ്ഞൊന്നും ഇവൻ കാണില്ല, അതിന് മറുപടി പറയില്ല. കാരണം അവന്റെ വായിൽ പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണ്, കണ്ണിൽ തിമിരമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നിന്റെ പുഴുന്നൊക്കെ വിളിച്ച് നീ ജനിച്ചപ്പോൾ നിന്റെ തന്തയ്ക്ക് തോന്നിയതായിരിക്കും നീ പുഴുവാണെന്നുള്ളത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുണ്ടടിക്കാൻ വേണ്ടിയിട്ട് ബാങ്കോക്ക് പോകണ്ടല്ലോ, അവിടുത്തെ ലേഡി ബോയ്സിന് തോന്നിയിട്ടുണ്ടോ നിന്റെ പുഴുവാന്നുള്ളത്. അവർക്ക് അവരുടെ ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യാൻ ഇതുണ്ടെങ്കിൽ അതേപോലെ അത് ഒപ്പോസ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നിന്റെ തന്തയുടെ വകയൊന്നുമല്ല ഇന്ത്യ. ബ്രോ ചിൽ ബ്രോ, നിനക്ക് എന്താ ഇത്രയും ദേഷ്യം? ശസാം നിന്റെ പെങ്ങളെ വല്ല അടിച്ചോണ്ട് പോയാ? ഇമാതിരി ഊക്കലൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ചെയ്തിട്ടുള്ളൂ. ഇവനെന്തിനെ ചന്തയിൽ ഉറുമ്പടിച്ച പോലെ തണക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ ആപ്പിളിന്റെ കമ്പനി ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും. ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കണമെങ്കിൽ ശസാമിന് പൊങ്കാലിയിട്ടാണ് എല്ലാവരും കൂടിയിട്ട്. ശസാമണ്ണം പേടിക്കണ്ടാണ്, ഒരു ദിവസം അങ്ങേയും ഈ ലോകം അംഗീകരിക്കും. പിറ്റേ ദിവസം ഈ ലോകം അവസാനിക്കേണ്ടിരുന്നാ മതി. ഞാൻ 12 മണിക്കാണ് എണീറ്റത്. ഇതാര് കിടുക്കാച്ചി ഡ്യൂഡ്? ഗായ്സ്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? പണ്ട് ഞാൻ ഡ്യൂഡിന്റെ ഒരു കിടുക്കാച്ചി അഡിക്റ്റ് ആയിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഡ്യൂഡിന്റെ വീഡിയോസ് കുത്തിയിരുന്നു 5 മണിക്ക്. ബേസിക്കലി ഞാൻ പണ്ട് പൊട്ടനായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. നല്ല പച്ചമാങ്ങ കണ്ടപ്പോ ഞാൻ ഇൻസ്റ്റാമാർട്ടിന്ന് ഓർഡർ ചെയ്താട്ടോ. പക്ഷെ കൊള്ളത്തില്ല ഗൈസ്, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ അവര് തരും കേട്ടോ. പച്ചമാങ്ങയൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാൻ നമ്മുടെ ഡ്യൂഡിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അവിടെ അംബാനിന്റെ മകനെ അടക്കം അവിടെ മരത്തിൽ പോയി വലിച്ചിട്ടാണ് കഴിക്കുന്നത്. നീ ആരടാ? ഞങ്ങൾ സമ്മതിച്ചു, നീ പണക്കാരനാണ്. നിന്റെ അത്ര പണക്കാരനാണ് ഈ ലോകത്ത് വേറെ ആരുമില്ല. അംബാനിയേക്കായി മേലെ പണക്കാരനാണ്. നിനക്ക് 3-4 റിസർവ് ബാങ്കിന്റെ സമ്മതിച്ചു. ഇനിയെങ്കിലും ഷോ ഓഫ് ചെയ്യുന്ന നിർത്ത. വീഡിയോ കാണാൻ പറ്റുന്നില്ല. നിന്റെ ഓരോ ഡയലോഗും എന്റെ ദാരിദ്ര്യം എനിക്ക് തന്നെ റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ദിവസമായി ആൾക്കാർ വരും ഡ്യൂഡിയെ പ്രാങ്ക്. ഒരൊറ്റ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നാട്ടുകാർക്കും അറിയാം, തനിക്കും അറിയാം. പക്ഷെ ഞാൻ കുറെ നോക്കിയപ്പോ നല്ലൊരു എല്ലാ പ്രാങ്കും നമ്മൾ ചെയ്താണ്. പക്ഷെ അതിലൊന്നും ചെയ്തില്ല, ഇഗ്നോറിങ് പ്രാങ്ക് ഗൈസ്. ഗൈസ്, നമുക്ക് ഇവന്റെ വീഡിയോ ഇഗ്നോർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. ഓ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി ഓരോരോ കാര്യങ്ങൾ ചോദിക്കാനും മൈൻഡ് ചെയ്യരുത്. ഡ്യൂഡിനെ അങ്ങ് മൈൻഡ് ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്ത് ഭിത്തിയിലൊട്ടിക്കാം. ഓ, അങ്ങനെ ഡ്യൂഡിന്റെ ഓഡിയൻസ് ഡ്യൂഡിന്റെ വീഡിയോസ് മൈൻഡ് ചെയ്യാത്ത പോലെ. ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്, ലൈറ്റ് ക്യാമറ, ഡ്യൂഡ് ആക്ഷൻ. വേറെ പണിയുണ്ട് പണി. എനിക്ക് ഡ്രസ്സല്ലേ മേടിക്കേണ്ടത്. 3000 അയച്ചെന്നിട്ട് ഡ്രസ്സ് മേടിച്ചില്ലെന്ന് കേട്ട് ബാക്കി എന്ത് പൈസ ചെയ്ത്. എടാ, എന്ത് ക്രിഞ്ചിങ്ങടാ. ഇവർക്ക് ഒരു മാറ്റമില്ല ഇത്രയും കാലം കഴിഞ്ഞിട്ടും. രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അഭിനയിക്കാൻ. ഡ്യൂഡ് ഓസ്കാർ അവിടെ കിട്ടുന്നവരെ നിർത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് തോന്നുന്നു.
മനസ്സിലായില്ലേ കൊണ്ടങ്ങോട്ട്. എന്താണ് ഗൈസ് ഇവിടെ നടക്കുന്നത്? മെത്തേഡ് ആക്ടിങ്. എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത്രയൊക്കെ അഭിനയിച്ചിട്ട് ഇവർക്ക് എന്താ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടാത്ത എന്നാണ്. ഡ്യൂഡിന് ഞാൻ പണ്ടൊരു സ്പൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് എന്റെ ദൈവം, ഇതുവരെ എനിക്ക് ഏത് വീഡിയോയിലും അങ്ങനെ കിട്ടിയിട്ടില്ല. അതിന്റെ സക്സസിനെ മാനിച്ചുകൊണ്ട് ഡ്യൂഡിന്റെ ബയോഗ്രഫിയെ അടിസ്ഥാനമാക്കി പൈസ ചെലവാക്കാൻ 101 വഴികൾ എന്നൊരു ബുക്ക് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ ഞാൻ ആ ബുക്കിനെ വീഡിയോ രൂപത്തിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, എ ഡെഡിക്കേറ്റഡ് റോസ്റ്റ് ഈസ് കമ്മിങ്. ഗൈസ്, കേരളത്തിൽ ഇത്രയൊക്കെ നടക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് സമാധാനിക്കാം. പക്ഷെ നോർത്തിൽ എന്തൊക്കെ നടക്കണമെന്ന് അറിയോ? അയ്യേ, എനിക്ക് പറയുമ്പോൾ തന്നെ ലജ്ജയാവുന്നു. നോർത്തിലൊരുത്തൻ മോമോസിനോട് മയോണൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്പേമാണ് കൊടുത്തിരിക്കുന്നത്. അവന്റെ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? അതും അവൻ 43 വർഷം സിംഗിൾ ഡേ. എന്തോന്നാണ് ഇത്? കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീനാണ്. കുറച്ചു ദിവസം മുമ്പ് നോർത്തിൽ വേറൊരുത്തിന് ഐസ്ക്രീമിന് മേലെ അവന്റെ ക്രീം അടിച്ചു കൊടുത്തിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നോർത്തിലെ ചേട്ടന്മാര് വീട്ടിൽ ഐസ്ക്രീം വെക്കാൻ വരുമ്പോ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് കഴിക്കും? ഇനി ഓരോ പ്രാവശ്യം DNA ടെസ്റ്റ് എടുക്കേണ്ടി വരുമോ? ചേട്ടൻ 2 ഐസ്ക്രീം. 1 മിനിറ്റ് ഭയ്യ, ലേലോ ഭയ്യ, 20 റുപ്പി. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? ശിവന്മാർക്ക് ഇതിന്ന് എന്ത് സന്തോഷം കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് പോകാൻ പോവാണ്. റാങ്കിങ് സോഷ്യൽ മീഡിയ ബാറ്റിൽസ്. ടോപ്പ് 3യിൽ നിൽക്കുന്നത് സീക്രട്ട് ഏജന്റ് വേഴ്സസ് എവരിവൺ. ടോപ്പ് 2ൽ നിൽക്കുന്ന ഷസാം വേഴ്സസ് ഇദ്ദേഹം. ടോപ്പ് 1 പറയുന്ന മുമ്പ് ഒരു ചെറിയ ഹോണറബിൾ മെൻഷൻ, സന്തോഷ് വർക്കി വേഴ്സസ് അലൻ ജോസ് പെരേറ. നമ്മുടെ ടോപ്പ് 1 സോഷ്യൽ മീഡിയ ഫൈറ്റ് അവാർഡ് ഗോസ് ടു വേറെ ആരുമല്ല, ബ്രൂട്ടോ വേഴ്സസ് ജാസ്മിൻ ഓഡിയൻസ്. ഞാൻ ജാസ്മിനെ ട്രോൾ ചെയ്ത ഷോർട്സിൽ ജാസ്മിനെ ഫോളോ ചെയ്യുന്ന അമ്മച്ചിമാര്, കൊച്ചന്മാര് എല്ലാവരും കൂടി എന്നെ പൊങ്കാലിടുകയാണ് ഗൈസ്. ഞാൻ ജാസ്മിൻ എന്തോ തെറി യൂസ് ചെയ്ത് ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. ആ ഫസ്റ്റ് പറയുന്ന കടയാടി മോളെന്ന് പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു മീമാണ്. ഇതൊക്കെ ആരെങ്കിലും അമ്മച്ചിമാർക്ക് പറഞ്ഞു കൊടുക്കുക. അത് ആക്ച്വലി സുരേഷ് ഗോപിത്തെ ഏതോ സിനിമയത്തെ എന്തോ ഡയലോഗാണ്. അതൊക്കെ ഒരു തെറിയാണോ ഗൈസ്? നിങ്ങൾ പറയും ഗൈസ്. ഓക്കെ, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഫൈനൽ സെഗ്മെന്റ് ആയ മീം ഓഫ് ദി ഡേയിലേക്ക് കിടക്കാം. അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് ആ റൂമിലെ കയറി എനിക്കറിയാം. അവള് പോട്ടൊക്കെ വന്നിട്ട് അവള് പോവും. അതിനെ പിടിച്ച് അവൾക്ക് അവിടെ നീരുത്തി അവള് പ്രാശി പിടിച്ച് അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് അവളെ കളിച്ചിട്ട്. ഗൈസ് വെയിറ്റ്, ഒരു മിനിറ്റ്, ഒരു ചെറിയ കാര്യം പറഞ്ഞോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. സോ ഗൈസ്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മൈലൻ സർക്കിൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കല്ലേ. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് ആ റൂമിലെ കയറി അവളെ കളി